ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിസ്കാരത്തിന് വുളൂ ഷർത്താ. വുളൂഇന് ഷർത്താണ്. വുളൂഇൻ്റെ നാലാമത്തെ ഷർത്ത് എന്താ? അല്ലാ യകൂന അലൽ ഉളുവി, അവയവത്തിൻ്റെ മേൽ, കഴുകപ്പെടുന്ന അവയവത്തിൻ്റെ മേൽ ഉണ്ടാവാൻ പാടില്ല ഹായിലുൻ മറ, ബൈനൽ മായി വൽ മൗസൂലി, കഴുകപ്പെടുന്ന അവയവത്തിൻ്റെയും ആ വെള്ളത്തിൻ്റെയും ഇടയിൽ വെള്ളത്തെ തടയുന്ന മറ ഉണ്ടാവാൻ പാടില്ല. ചുണ്ണാമ്പ്, മെഴുക്, ഉറച്ച എണ്ണ, എണ്ണ ഉറച്ചതും ലൂസായതുണ്ടാവും, ഉറച്ച എണ്ണ, പിന്നെ ഐനു ഹിബിരിൻ ഐന് ഹിബിരിൻ, മഷിൻ്റെ ഈ കട്ട മഷി ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മളെ കൈമേൽ നമ്മൾ എഴുതിയിട്ടുണ്ടാവും. ചിലപ്പോൾ എഴുതുമ്പോൾ മേത്തായിട്ടുണ്ടാവും, അത് കട്ടയായിട്ടിരിക്കും, ഒരു തടി ആയിട്ടിരിക്കും. അങ്ങനെ ഒന്നും ശരിയാവില്ല, അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഹിന്നായിൻ, മൈലാഞ്ചിൻ്റെ തടി, ഇത് തീരെ നമ്മൾ ശ്രദ്ധിക്കാത്തതാണ്. നമ്മൾ പഠിച്ചാലും നമ്മൾ മാത്രം ചെയ്താൽ പറയാം. നമ്മളെ മക്കൾ ഇപ്പോൾ പെരുന്നാളൊക്കെ വരുമ്പോൾ, കല്യാണമൊക്കെ ഉണ്ടാവുമ്പോൾ കുട്ടികൾ മൈലാഞ്ചി ഇടും. എന്താ ആ ട്യൂബ് മൈലാഞ്ചി? കച്ചവടക്കാർക്ക് ഇപ്പോൾ ഓലിക്ക് കച്ചവട മുറാത്, കട്ടിയിലിങ്ങനെ കയ്യിൽ നിൽക്കണ മൈലാഞ്ചിക്ക് അവർ സെലക്ട് ചെയ്യുക. അപ്പോൾ വെള്ളം ചേരൂല, പൊളിഞ്ഞിങ്ങനെ പോരുന്ന തടി ശരിക്കവിടെ ഉണ്ടാവും. ഇത് നമ്മളെല്ലാം ശ്രദ്ധിക്കണം. ഇപ്പം കല്യാണത്തലേന്നുണ്ടാവും കുട്ടികൾക്ക് ഒന്നായിട്ട് മൈലാഞ്ചിയുടെ കയ്യും കാലും മൊത്തം ഒന്നായിട്ട് കട്ടിയിൽ. അന്ന് പിറ്റേന്നുള്ള പോലെ കുളിയും ജനാപത്ത് കുളിയും വുളുവും ഒരു കുന്തും ശരിയാവില്ല. ഇത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് അത്ര അന്തണ്ടാവുള്ളൂ. ചിലപ്പോൾ പറയും അത് പറ്റൂല, ഇപ്പം ചിൻകാ മൈലാഞ്ചി തന്നെ വേണമെന്ന് പറയും. സമ്മതിച്ചു കൊടുക്കരുത്. കാര്യങ്ങൾ ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. മോളെ, വുളൂ ശരിയാവൂല, കുളി ശരിയാവൂല, പിന്നെ ഇതിട്ട് എന്താ കാര്യമോ? നിസ്കാരം കളാകല്ലേ പിന്നെ. ഇവിടെ ഈ പിന്നെ നഖത്തിൻ്റെ അടിയിലെ ചളി, അത് നല്ലോണം ശ്രദ്ധിക്കണം. വഹാദിഹിൽ മസ്അലത്തു മിമ്മാ തഅമ്മു ബിഹൽ ബൽവ, ഈ നഖത്തിൻ്റെ താഴ്ഭാഗത്തുള്ള ചളി ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട മസ്അല. ഫഖല്ല മൻ യസ്ലമു മിൻ ബസഖി തഹ്ത അൽഫാരി യദൈഹി ഔ റിജ്ലൈഹി ഫല്യതഫദ്ദൽ ലിദാലിക, കൈകാലുകളുടെ നഖങ്ങൾക്കടിയിലുള്ള ചളി, ഇത് പല ആളുകളും അതിനെ തൊട്ട് രക്ഷപ്പെടലില്ല, അത് ശ്രദ്ധിക്കാറില്ല. കാലുമ വെള്ളം വാർന്നാണ് പോവും, നഖത്തിൻ്റെ അടിയിൽ ചളി ഉണ്ടോ ഇല്ലേ എന്നൊന്നും നോക്കൂല. പ്രത്യേക കാലൊക്കെ ആണെങ്കിൽ, ഈ നഖം മുറിക്കാത്ത ആളുകളൊക്കെ ആണെങ്കിൽ ആ മൂലകളിൽ കട്ട പിടിച്ച നല്ല അയിനായി മാറിയ ചളി ഉണ്ടാവും, ആണ് വെള്ളം വാർന്നു പോവും. അത് നല്ലോണം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പ്രശ്നാവൂലേ. പിന്നെ ആരൊക്കെയോ ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. എന്ത് അതിൽ മുസാമഹത്തുണ്ട്, പക്ഷേ അതൊക്കെ ലഈഫുൻ ബൽ ഗരീബുൻ. എങ്ങനെയായാലും മുസാമഹത്ത് ഉണ്ടാകുക? വെള്ളത്തെ തടയുന്ന ചളിയിൽ എങ്ങനെ മുസാമഹത്ത് ഉണ്ടാവും? അതൊക്കെ ലഈഫും ഗരീബുമാണ്. അപ്പോൾ വുളൂ എടുക്കുന്ന സമയത്ത് ആ കാല് നമ്മളെ അവയവങ്ങളിൽ മറ ഉണ്ടോ അല്ലേ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിസ്കാരമൊക്കെ ബാത്തിലേക്കാരം. കാരണം ഷർത്തില്ലേ, പിന്നെ മശ്റൂത്തില്ലല്ലോ. അല്ലാഹു തആല ഒക്കെ കൃത്യമായി ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ.